അവിടെ ഒരു കഥ പറയട്ടെ നിങ്ങളോട്. പണ്ട് ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് നായാട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിനോദം. ഒരിക്കൽ അദ്ദേഹം നായാട്ടിന് പോയി. ഉച്ചവരെ നായാട്ട് നടത്തി തളർന്നു ക്ഷീണിച്ച് വനത്തിൽ പടർന്നു പന്തലിച്ച ഒരു മാവിൻ ചുവട്ടിൽ രാജാവ് അമൃതത്തിനായി വിശ്രമിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങവേ പെട്ടെന്നൊരു കല്ല് പാഞ്ഞു വന്ന് അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ പതിച്ചു. കിരീടം തെറിച്ചുപോയി. പട്ടാളക്കാര് 4 ഭാഗത്തേക്ക് മൂടി. അല്പ കഴിഞ്ഞപ്പോൾ മെലിഞ്ഞൊട്ടിയ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത ഒരു പാവപ്പെട്ടവനെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുവന്നു. രാജാവ് ചോദിച്ചു, ഇവനെ എന്ത് ചെയ്യണം? മഹാരാജാവിൻ്റെ കിരീടത്തിന് നേരെ കല്ലെറിഞ്ഞ ഇവനെ എന്ത് ചെയ്യണം? ആഭ്യന്തരമന്ത്രി ഉടൻ ഉത്തരം കൊടുത്തു, ഇവന്റെ പൗരത്വം റദ്ദാക്കി നാട് കടത്തണം. മറ്റു പലരും പറഞ്ഞു, ഇവന്റെ ഗളച്ഛേദം നടത്തണം, ഇവനെ ഇനി ജീവിച്ചിരിക്കാൻ അനുവദിക്കാൻ പാടില്ല, ഇവൻ രാജ്യദ്രോഹിയാണ്. മഹാരാജാവ് അയാളെ അടുത്തു വരാൻ കൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ്, നീ എന്തിനാണ് കല്ലെറിഞ്ഞത്? അയാൾ പറഞ്ഞു, മഹാരാജാവേ തിരുമേനി, ഞാൻ ഇവിടെ അങ്ങ് നായാട്ടിന് വരുന്നുണ്ടെന്നറിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ അടുത്ത് വന്ന് അങ്ങയെ മുഖം കാണിക്കാൻ കാത്തിരിക്കുന്ന തൊട്ട അയൽവക്കത്തെ ഗ്രാമത്തിലെ ഒരു താമസക്കാരനാണ്. ഞാനും എൻ്റെ കുടുംബവും വല്ലാത്ത പട്ടിണിയിലാണ്. അങ്ങയെ മുഖം കാണിച്ച് എന്തെങ്കിലും സഹായം തേടാൻ വന്നതാണ്. ഉച്ചവരെയും അങ്ങയെ കാണാതെ വന്നപ്പോൾ വിശപ്പ് സഹിക്കാനാവാതെ ഒരു മാമ്പഴം കിട്ടാൻ വേണ്ടി മാവിന് കല്ലെറിഞ്ഞതാണ്. എൻ്റെ ദൗർഭാഗ്യത്തിന് അത് അങ്ങയുടെ കിരീടത്തിലാണ് പതിച്ചത്. എല്ലാവരും പ്രതീക്ഷിച്ചു രാജാവ് അയാളെ നാട് കടത്തുകയോ കൊലപ്പെടുത്താൻ ഉത്തരവിടുകയോ ചെയ്യുമെന്ന് വിചാരിച്ചു. മഹാരാജാവ് പറഞ്ഞു, ഈ പാവപ്പെട്ടവന് 5 കാര്യങ്ങൾ ഉടൻ തന്നെ കൊടുക്കുക. അയാൾക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കുക, പോകാൻ വാഹനം കൊടുക്കുക, ഭക്ഷണവും വസ്ത്രവും കൊടുക്കുക, അയാളുടെ കുടുംബത്തിന് കുറച്ച് ധനസഹായം കൊടുക്കുക. എല്ലാവരും അമ്പരന്നു രാജാവിൻ്റെ ഈ വലിയ ഔദാര്യത്തിൽ. അവർ ചോദ്യരൂപേണ മഹാരാജാവിനെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മാവിന് ഒരു ഇന്ദ്രിയം മാത്രമേ ഉള്ളൂ. കല്ലെറിഞ്ഞപ്പോൾ അത് ആ മാവ് അതിന് പകരം മാങ്ങ കൊടുക്കുന്നു. എനിക്ക് തമ്പുരാൻ 5 ഇന്ദ്രിയങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇയാൾക്ക് 5 വസ്തുക്കൾ പകരം കൊടുക്കാൻ കൽപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ ഈ കഥ പറഞ്ഞത് രാജധർമ്മം എന്താണ്, ഒരു ഭരണാധികാരിയുടെ ധർമ്മം എന്താണ്? ഭരണാധികാരിയുടെ ധർമ്മം ജനങ്ങൾക്ക് നന്മ കൊടുക്കുക, സന്തോഷിപ്പിക്കുക, ദുരിതങ്ങൾ അകറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാം കാണുന്നത് എന്താണ്? പൗരന്മാർക്ക് സന്തോഷം കൊടുക്കുന്നു, അതോ അവരെ ക്യൂവിൽ നിർത്തി കഷ്ടപ്പെടുത്തുന്നു? ഓർക്കുന്നുണ്ടോ, 2016 നോട്ട് നിരോധിച്ചപ്പോൾ മൂന്നാറിൽ ഒരു ഹോട്ടലിൽ കയറി ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു സായിപ്പ് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങി ഓടി. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ? ഹോട്ടലുകാർ പിന്തുടർന്ന് അയാളെ പിടിച്ചു നിർത്തി. അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ $ഉണ്ട്, മാറാൻ നിവൃത്തിയില്ല, ഞാൻ 3 ബാങ്കിൽ പോയി, നീണ്ട ക്യൂ ആണ്, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, നിവർത്തി കെട്ടി ഞാൻ ഇറങ്ങി ഓടിയതാണ്. മോദി സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത ക്ഷേമം ഇതാണ്. അച്ഛാദിൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കഷ്ടത്തിലും ദുരിതത്തിലുമാക്കുകയാണ്. ഇതാണോ രാജധർമ്മം? സഹോദരങ്ങളെ, ഒറ്റക്കണ്ണൻ കാളക്കൂറ്റൻ മേയുന്ന സ്ഥലം പെട്ടെന്ന് മനസ്സിലാക്കാം. കാരണം ഒറ്റക്കണ്ണൻ കാളക്കൂറ്റൻ അവന്റെ ആ കണ്ണുള്ള ഭാഗത്ത് മാത്രമേ മേയൂ. അയാൾ മേഞ്ഞ ഇടം പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ പറയുന്നു, ഭാവി ചരിത്രത്തിൽ BJPയുടെ ഭരണകാലഘട്ടം ചരിത്രകാരന്മാർക്ക് പെട്ടെന്ന് കണ്ടെത്താനാകും. കാരണം അവരുടെ കാഴ്ചപ്പാട് ഏകപക്ഷീയമാണ്. അവരുടെ നടപടികൾ പക്ഷപാതപരമാണ്. അവരുടെ മുഖമുദ്ര ന്യൂനപക്ഷ വിരോധമാണ്, മുസ്ലിം വിരോധമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്.
ആദ്യമായി ഇഫ്താർ വിരുന്ന് നിർത്തലാക്കി. ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും റമദാനിൽ ഇഫ്താർ പാർട്ടികൾ സംഘടിപ്പിക്കുമായിരുന്നു. ആദ്യം ഇഫ്താർ പാർട്ടി നിർത്തലാക്കി. നാം ആരും ശ്രദ്ധിച്ചില്ല, സാരമില്ല എന്ന് വിചാരിച്ചു. രണ്ടാമതായി സ്ഥലനാമങ്ങൾ മുഴുവൻ മാറ്റി ഹൈന്ദവ പേരുകൾ കൊണ്ടുവന്നു. മനസ്സിലാക്കണം, ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങൾ സ്ഥാപിച്ചതാണ്. ഫൈസാബാദ്, അലഹാബാദ്, അഹമ്മദാബാദ്, ഔറംഗാബാദ്, നിങ്ങൾ നോക്കുക. ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങൾ സ്ഥാപിച്ചതാണ്, മുസ്ലിം ഭരണാധികാരികൾ സ്ഥാപിച്ചതാണ്. അത് മുഴുവൻ മാറ്റി. നമ്മൾ വിചാരിച്ചു എന്താ പ്രശ്നം? ഇപ്പൊ കവടിയാറിന്റെ പേര് നാളെ മാറ്റുന്നു. കവടിയാറിന് പകരം രാമവാഡ്, സീതയാർ എന്നൊക്കെ ആറ്റിയാൽ നമുക്കെന്താ പ്രശ്നം? ഒന്നുമില്ല. നമ്മൾ പരിഗണിച്ചില്ല. ഓരോന്നിലും മുസ്ലിം വിരോധം പച്ചയായി പ്രകടിപ്പിക്കുകയായിരുന്നു. മൂന്നാമതായി UAPA കൊണ്ടുവന്നു. ഭരണകൂടത്തിന് ആരെയും ഭീകരനാക്കാം, ഏത് നിമിഷവും അകത്താക്കാം. നാലാമതായി മുത്തലാഖ് കൊണ്ടുവന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ദയവായി കേൾക്കുന്ന ആളുകൾ, മൗലവിമാരാരും നിങ്ങളുടെ വീട്ടിൽ പോയി പെണ്ണുങ്ങളോട് മുത്തലാഖ് നിയമം എന്താണെന്ന് പറയരുത് കേട്ടോ. പറഞ്ഞാൽ പ്രശ്നമാണ്. മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താണ് മുത്തലാഖ്? എന്റെ ഭർത്താവ് എന്നെ 3 തലാഖും ചൊല്ലി എന്നൊരു പെണ്ണോ പെണ്ണിന്റെ ബന്ധുക്കളോ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ 3 വർഷം ജാമ്യമില്ലാത്ത തടവാണ് കുറ്റം. ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൽ മാത്രമാണോ വിവാഹ പ്രശ്നങ്ങളുള്ളത്? ഇന്ന് കാരക്കോണത്തൊരു ഹിന്ദു കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിവാഹവും പ്രണയവുമാണ് വിഷയം. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, ഹൈന്ദവ കുടുംബങ്ങൾ, ക്രൈസ്തവ കുടുംബങ്ങൾ പ്രശ്നത്തിലാണ്. അവർക്കൊന്നും പ്രശ്നമില്ല. മുസ്ലിം തലാഖ് ചൊല്ലിയാൽ 3 വർഷം ജാമ്യമില്ലാത്ത തടവ്. കൂടത്തായിയിലെ ജോളി 6 പേരെ മാരക വിഷം കൊടുത്തു കൊന്നു. ജോളിക്ക് ഇന്ത്യൻ നിയമം അനുസരിച്ച് 91-ാമത്തെ ദിവസം ജാമ്യം കിട്ടും. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തലാഖ് ചൊല്ലിയെന്ന് അവിടെ ഒരു പരാതി കൊടുത്താൽ മതിയല്ലേ? അവളുടെ ബന്ധുക്കൾ കൊടുത്താൽ 3 വർഷം നിങ്ങൾക്ക് ജാമ്യമില്ലാത്ത തടവാണ്. ദയവായി ഭാര്യമാരുടെ ഈ കാര്യമൊന്നും ആരും പറയരുത് കേട്ടോ, ചിലപ്പോൾ പ്രശ്നമാകും. സിവിൽ ക്രിമിനൽ നിയമമാക്കി മാറ്റി. അഞ്ചാമതായി സഹോദരങ്ങളെ, കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. മുൻ മുഖ്യമന്ത്രിമാരടക്കം നേതാക്കളെ മുഴുവൻ വീട്ടുതടങ്കലിലാക്കി. ഒരു രാജ്യത്തെ മുഴുവനും ബന്ദികളാക്കി. എന്തിന്റെ പേരിൽ? അമിത്ഷാ പാർലമെന്റിൽ പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് ഇങ്ങനെ എടുത്തപ്പോ ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമായി മാറി. ഇന്ത്യയുടെ ചരിത്രത്തിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനമായത് ചരിത്രമുണ്ട്. സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അവസാനമായി പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നു. ആർക്കെങ്കിലും ഇത്രയും കാലം BJP നടത്തിയ ഭരണപരിഷ്കാരങ്ങളും ബില്ലുകളും നയപരിപാടികളും മുസ്ലിം വിരുദ്ധമാണെന്ന് സംശയമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും എല്ലാ സംശയവും തീർത്തുകൊണ്ട് ഇത് തികച്ചും ന്യൂനപക്ഷ വിരുദ്ധമാണ്, മതവിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണെന്ന് ആർക്കും മനസ്സിലാകത്തക്കവണ്ണം. ഞാനതാ പറഞ്ഞ, ഒറ്റക്കണ്ണൻ കാളക്കൂറ്റൻ മേയുന്ന സ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാം. BJPയുടെ ഭരണകാലഘട്ടം ചരിത്രത്തിൽ നാളെ ചരിത്രകാരന്മാർക്ക് പെട്ടെന്ന് അടയാളപ്പെടുത്താനാവും. മുസ്ലിം വിരോധം മാത്രം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, 6 പേർക്ക് കൊടുക്കുന്നത് 7-ാമത്തവന് മാത്രം കൊടുക്കാത്ത എന്താണ്? ഇവിടെ പറയപ്പെട്ടു, ഇന്നലെ ശ്രീ ജോർജ് ഓണക്കൂറിനെ കാണാൻ പോയി കേന്ദ്രമന്ത്രി. ബിഷപ്പിനെ കാണാൻ ചെന്നു. അവരൊക്കെ ചോദിച്ച ഇതാണ്, 6 പേർക്ക് കൊടുക്കുന്നത് 7-ാമന് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്, എന്താ കുഴപ്പം? ഉത്തരമില്ലായിരുന്നു. കേന്ദ്രമന്ത്രി 10 വീട്ടിൽ പോകാൻ ഇറങ്ങിയതാണ്. 3 വീട് കഴിഞ്ഞപ്പോൾ നിർത്തി അദ്ദേഹം പോയി. കാരണം എല്ലാ സ്ഥലത്തും കിട്ടുന്ന തിരിച്ചടിയാണ്. ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് നടന്നതാണ്. മൂന്നാമത്തെ വീട്ടിൽ സന്ദർശനം അവസാനിപ്പിച്ചു. വട്ടിയൂർക്കാവിൽ മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് കൂടെ ഉണ്ടായിരുന്നു. 4-മതൊരു വീട്ടിൽ പോകാൻ പറ്റിയില്ല. ഇതാണ് കേരളം, ഇതാണ് മലയാളി.
സഹോദരങ്ങളെ, തികച്ചും മതവിരുദ്ധം. ലോകത്താദ്യമായിട്ട് പൗരത്വം നിഷേധിച്ച് പൗരത്വത്തിനെതിരായിട്ട് നടപടിയെടുത്ത ഹിറ്റ്ലറാണ്. ഇവരൊക്കെ പിന്നെ വരുന്നുള്ളൂ. ആ ഹിറ്റ്ലറുടെ ചരിത്രം വായിക്കട്ടെ ശ്രീ അമിത്ഷാ, ശ്രീ മോദി വായിക്കട്ടെ. എന്താണ് ഹിറ്റ്ലർ? 10 വർഷം തികച്ചോ? 10ാമത്തെ വർഷം സ്വയം തോക്കെടുത്ത് വെടിവെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ലേ? ഏകാധിപതികൾക്ക് ചരിത്രത്തിൽ സ്ഥാനമില്ല. സ്വേച്ഛാധിപതികൾ സ്വയം എരിഞ്ഞൊടുങ്ങും. ചരിത്രമല്ലേ ഇത്? തലനാമങ്ങൾ മാറ്റാൻ നടക്കുന്ന അമിത്ഷാ ആദ്യം സ്വന്തം പേര് മാറ്റട്ടെ. ഞാൻ ചോദിക്കട്ടെ, അമിത് ഷാ, അമിത് സമ്മതിച്ചു, ഷാ എവിടെ നിന്ന് വന്നു? ഷാ പേർഷ്യൻ വാക്കാണ്, ഇസ്ലാമിക് നാമമാണ്. അദ്ദേഹം ആദ്യം പേര് മാറ്റട്ടെ. ഷാ ഹൈന്ദവ നാമമല്ല. മുസ്ലിമീങ്ങൾ അവരുടെ ദേശസ്നേഹമൊന്നും ആരും ചോദ്യം ചെയ്യേണ്ട. പറഞ്ഞാൽ ഒരുപാട് ചരിത്രം പറയാനുണ്ട്, സമയമില്ല. ഒറ്റ കാര്യം, മഹാനായ ഉമർ ഖാദി മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങുന്നതിന് കൃത്യം 50 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരന് നികുതി നിഷേധിച്ച് സമരം ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ടയാളാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങുന്ന 1869 50 വർഷം മുമ്പ്, അര സെഞ്ചുറി മുമ്പ്, AD 1819 അള്ളാഹുവിന്റെ ഭൂമിക്ക് ബ്രിട്ടീഷുകാരന് നികുതി കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് സമരം ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ടു ഉമർ ഖാദി. അദ്ദേഹം അന്ന് എഴുതിയ കത്ത്, അദ്ദേഹം നിമിഷ കവിയായിരുന്നു. അദ്ദേഹം എഴുതിയ കത്ത് പ്രസിദ്ധമാണ്. സലാമിൽ മുഅബ്ബദി ഇലാ ഹളറത്തിൽ അലവി ശൈഖി വ മുർഷിദി സ്വലാത്തും വ തസ്ലീമുൻ. എൻ്റെ വഴികാട്ടിയും നേതാവും ഉസ്താദുമായ സയ്യിദ് അലവി തങ്ങൾക്ക് പാവപ്പെട്ട ഉമർ എഴുതുന്ന കത്ത്. തരീമിയുദാരിൻ ഹളറമയ്യു ശരീഫു മിൻ ഖുലാസാനി ഔലാദിൻ നബിയി മുഹമ്മദി സ്വലാത്തും വ തസ്ലീമുൻ. തരീമിയുദാരിൻ, തിരൂരിൽ താമസിക്കുന്ന, ഹളറമിയു ഷരീഫ്, ഹളറമൗത്തിൽ നിന്ന് ആഗതനായ അഷ്റഫുൽ ഖൽക്കിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട മഹാനവറുകളെ, സലാമും മിനൽ മഹബൂസി ഖദ്ദാമികും ഉമർ മുരീദികുമുൽ ആസിൽ ഫഖീരിൽ മുകമ്മലി സ്വലാത്തും വ തസ്ലീമുൻ. അല്ലാഹു മദീനയിലെ മുത്തിനെത്തുന്ന ഈ സ്വലാത്തിന്റെ പേരിൽ, അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നശിച്ച ബില്ല് ഇല്ലാതാകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ജയിലിലടയ്ക്കപ്പെട്ട സാധുവായ അങ്ങയുടെ ശിഷ്യനായ ഉമർ എഴുതുന്ന കത്ത്. ഫസയ്യറനി ഫിൽ ഹബ്സി സാഹിബു തുക്കിടി അലാ ദുൽമിനി ബു സാഹിബിൻ വഹുവ മുതദി സ്വലാത്തും വ തസ്ലീമുൻ. കോഴിക്കോട് ജില്ലാ കലക്ടർ നീബു സാഹിബിന്റെ കൽപ്പന പ്രകാരം തുക്കിടി സാഹിബ്, അന്നത്തെ ഈ SP DSP എന്നൊക്കെ പറയുന്ന ഒരു റാങ്കാണ് തുക്കിടി. തുക്കിടി സാഹിബ് എന്നെ കോഴിക്കോട് ജയിലിൽ അടച്ചിരിക്കുന്നു, അങ്ങ് അറിഞ്ഞോ? ഫസയ്യറനി ഫിൽ ഹബ്സി സാഹിബു തുക്കിടി അലാ ദുൽമിനി ബു സാഹിബിൻ വഹുവ മുതദി സ്വലാത്തും വ തസ്ലീമുൻ. فوكل بحيوان كفر ليحرسوا حذار ذهابي للمكان المبعد صلاة وتسليم. എന്നെ തടവിലായിരിക്കുന്നു തങ്ങളെ. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുമെന്ന് പേടിച്ചിട്ടാണോ ഇവരെന്നെ തടവിലിടുന്നത്? ഞാൻ ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ട് പോകാൻ?
വമാ ബിയദി മിൻ ഉദ്ദത്തിൽ ഹർബി ആലത്തുൻ വലൗ നഹ്വ സിക്കീനിൻ വഗൈറൽ മുഹദ്ദദി യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. തങ്ങളെ എൻ്റെ കയ്യിൽ ഒരു പേനാക്കത്തി പോലുമില്ല, ഒരായുധങ്ങളുമില്ല. എന്നിട്ട് എന്തിനാണ് എന്നെ ഇവർ തടവിലിട്ടിരിക്കുന്നത്? മനസ്സിലാക്കണം, മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങുന്നതിന് അരനൂറ്റാണ്ട് മുമ്പ് 1819 ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ബ്രിട്ടീഷുകാരനോട് സമരം ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ടവരുടെ പിൻഗാമികളാണ് നാമെങ്കിൽ ഇവിടെ പറയപ്പെട്ടതുപോലെ നാം ഇത് കണ്ട് ഭയപ്പെടുകയില്ല, പിന്മാറുകയില്ല. ജനനം ഒന്നേ ഉള്ളൂ, മരണവും ഒന്നേ ഉള്ളൂ. സഹോദരങ്ങളെ, നരഭോജിയായ കടുവയുടെ കാൽപ്പാടുകൾ വീടിന്റെ പരിസരത്ത് കണ്ടാൽ അപകടം മണത്തുകൊള്ളുക. ആനയ്ക്ക് മദപ്പാട് കണ്ടാൽ ഈ ആന സാവധാനം ഒട്ടും വൈകാതെ കൊലയാനയായി മാറുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വീട്ടിലെല്ലാവരോടും സ്നേഹത്തോടെ നന്ദിയോടെ പെരുമാറിക്കൊണ്ടിരുന്ന നായ ഒരു ദിവസം അതിൻ്റെ വായിൽ നിന്ന് ഈളയും പതയും നുരയും പതയും വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ വാലിൻ്റെ ആകൃതി മാറുന്നുണ്ടെങ്കിൽ അതിന് പേ പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈ കരിനിയമം പരാജയപ്പെടുത്തുമാറാകട്ടെ. ഇമാംസ് കൗൺസിൽ എല്ലാ ഉലമാക്കൾക്കും കൃത്യമായ അഭിവാദനം നേർന്നുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.